എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള അതിഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 3.5 കോടി ആൾക്കാരാണ് ഈ 3 പവിത്രമായ നദികൾ സംഗമിക്കുന്ന സ്ഥലത്ത് സ്നാനം നടത്തിയിരിക്കുന്നത്. കുംഭമേളയുടെ ഏറ്റവും പവിത്രമായൊരു ചടങ്ങാണ് ഈ 3 നദികൾ സംഗമിക്കുന്ന സ്ഥലത്ത് സ്നാനം ചെയ്യുക എന്നത്. ശരിക്കും ഇന്നലെ ഉത്തർപ്രദേശ് സർക്കാർ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത് ഏകദേശം 3.5 കോടി ആൾക്കാരാണ് ഇന്നലെ മാത്രം സ്നാനം ചെയ്തത്. അപ്പോൾ ഈ കുംഭമേളക്ക് UP സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 45 കോടി ജനങ്ങൾ വരുമെന്നാണ്. ഫെബ്രുവരി 26 കുംഭമേള അവസാനിക്കുന്നത്. ഏകദേശം 1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പവിത്രമായ ചടങ്ങാണ് കുംഭമേള. അപ്പോൾ UP സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 45 കോടി ആൾക്കാർ ഇവിടെ വരും. പക്ഷേ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത് 60 കോടിക്കടുത്ത് വരുമെന്നാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല ഈ കുംഭമേള ട്രെൻഡായിരിക്കുന്നത്. വിദേശ രാജ്യങ്ങൾ പോലും ഇത് ഭയങ്കര ട്രെൻഡായിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലൊക്കെ അവർ ഓൺലൈൻ സൈബർ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരയുന്നത് സെർച്ച് ചെയ്യുന്നത് കുംഭമേളയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ റെക്കോർഡാണ്. അതായത് ഒരു പെർട്ടിക്കുലർ കീവേഡ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡ് കുംഭമേളയായിരുന്നു. അതുമാത്രമല്ല, തുർക്കി, സൗദി അറേബ്യ, UAE ഇങ്ങനെയുള്ള പല പല ഇസ്ലാമിക രാജ്യങ്ങളും കുംഭമേളയോട് അനുബന്ധിച്ച് നടക്കുന്ന പല പല കാര്യങ്ങളും ഭയങ്കര സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന കീവേഡ് ഇപ്പോൾ കുംഭമേള 2025 എന്നാണ്. കുംഭമേള ഇന്ത്യ അങ്ങനെയുള്ള കീവേഡ്സുകളാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ സുഡാപ്പികൾക്ക്. അപ്പോൾ കേരളത്തിലെ സുഡാപ്പികൾ ഈ കുംഭമേളക്കെതിരെ കനത്ത സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ UPയിലെ ഈ ജിഹാദികളും ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇവർ UPയിലെ ഇസ്ലാമിസ്റ്റുകളും കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും കൈകോർത്ത് കുംഭമേളക്കെതിരെ കനത്ത സൈബർ ആക്രമണം, അതായത് കുംഭമേളയുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പല പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയ വഴി വരുന്ന പല പല വീഡിയോകൾ, അതിനകത്ത് ഇവർ വർഗീയ വിഷം ചീറ്റുന്ന കമൻറ്റുകൾ ഇട്ട് ഇതിനെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണ്. എന്തിനാലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ തുടക്കം തൊട്ട് തന്നെ, അതായത് 2023 ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു കുംഭമേളയുടെ. രണ്ടാം യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈം ഫോക്കസ് ഈ കുംഭമേള നല്ല രീതിയിൽ നടത്തുക എന്നായിരുന്നു. അതിനുവെച്ചാൽ ഇത്തവണത്തെ കുംഭമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മഹാകുംഭമേളയാണ്. 144 വർഷങ്ങൾ കഴിയണം ഇനി അടുത്ത മഹാകുംഭമേള വരണമെങ്കിൽ. അതായത് ഓരോ 12 വർഷം കൂടുമ്പോഴാണ് പൂർണ്ണ കുംഭമേള വരുന്നത്. അങ്ങനെ 11 തവണ കഴിഞ്ഞാൽ 12ാമത്തെയാണ്, 144 വർഷം കഴിഞ്ഞാൽ അടുത്ത മഹാകുംഭമേള വരുന്നത്. അപ്പോൾ അതിഗംഭീരമായി നടത്തണം തന്നെ യോഗി സർക്കാർ തീരുമാനിച്ചു. അതുകൊണ്ട് പ്രിപ്പറേഷൻ 2 വർഷം മുമ്പ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏകദേശം 2023 ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 10,000 കോടി എടുത്ത് യോഗി സർക്കാർ ഇതിനായി ചെലവഴിച്ചു. യോഗി സർക്കാർ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം കോടിക്കടുത്താണ്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 2 ലക്ഷം കോടിയാണെന്ന്. പക്ഷേ ഇന്ന് പല ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 4 ലക്ഷം കോടിയാണ് UP സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനം എന്ന്. അപ്പോൾ ഇത്രയും ഭീമമായ തുക ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പെട്രോളുമായി ബന്ധപ്പെട്ട ഡീലിങ്സ് നടക്കുമ്പോൾ പെട്രോൾ ഡോളർ എന്നൊക്കെ പറയാറില്ല. അതുമാതിരി ഇപ്പോൾ കും കറൻസി എന്ന് പറയുന്ന ഒരു ടേം തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിത് ഇന്ത്യൻ എക്കണോമിയിൽ വലിയ ചർച്ചയായി മാറും കും കറൻസി എന്ന് പറയുന്ന കും കറൻസി. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ തീരെ സഹിക്കുന്നില്ല. അവർ ആദ്യം പറഞ്ഞില്ലേ, കുംഭമേള തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ യോഗി ആദിത്യനാഥ് ആദ്യം ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് ഓൾ ഇന്ത്യ അഖാഡ പരിഷത്ത് യോഗിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനകത്ത് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. യോഗി അത് അക്ഷരമതി അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഇത്രയും ആൾക്കാർ 40-45-50 കോടിയുടെ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലത്ത് ഒരു സ്റ്റാളുകൾ പോലും മുസ്ലിംസിന് അനുവദിച്ചില്ല. അതിന് പ്രത്യേക കാരണമുണ്ട്. ഇവർ എല്ലാത്തിലും മതം തിരികെ കയറ്റുന്ന ഒരു പ്രവണത അവർക്കുണ്ട്. എല്ലാത്തിലും ഹലാൽ, അവരുടെ മതം മാത്രം തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവർ ചിന്തിക്കുന്നത് തന്നെ വേറെ വലിയ മറ്റു ചില അവയവങ്ങൾ കൊണ്ടാണ് എന്നുള്ള സോഷ്യൽ മീഡിയയിലെ ട്രോള് പോലും ഉണ്ട്. അപ്പോൾ ഈ കുംഭമേളയിൽ നിന്ന് ഇവരെ പൂർണ്ണമായി മാറ്റി നിർത്തി. അതിൻ്റെ ആദ്യത്തെ ചൊറുക്കായിരുന്നു ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റിസ്വി പറഞ്ഞിരുന്നു, ഇത് വഖഫ് ഭൂമിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വഖഫ് ഭൂമി നിങ്ങൾക്ക് കുംഭമേള നടത്താൻ ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ച കരുണ നിങ്ങൾ ഞങ്ങളോട് കാണിക്കണമെന്ന് പറഞ്ഞ് റിസ്വി സുഡാപ്പി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മുസ്ലിംസിന് സ്റ്റാളുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. പക്ഷേ യോഗി അത് ചെവിക്കൊണ്ടില്ല. പിന്നെ ഏത് വിധേനയും ഇതെങ്ങനെയും കുംഭമേള തകർക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഇവർക്ക്. അതിനുശേഷം ഒരുപാട് ഫേക്ക് കറൻസി, ഏകദേശം 2 കോടി 3-4 കോടിക്കടുത്ത് ഫേക്ക് കറൻസി അടിച്ച് ആ കുംഭമേള പ്രയാഗ്രാജിലൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിൽ മുസ്ലിം യുവാക്കളെ ഉത്തർപ്രദേശ് പോലീസ് പിടികൂടിയിരുന്നു. അവരടിച്ച് കൈയും കാലും പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു. ഉത്തർപ്രദേശ് പോലീസ് തന്നെ അത് പുറത്തു വിട്ടിരുന്നു, എല്ലാവരും 4 ആൾ കാണട്ടെ എന്ന നിലയിൽ. അപ്പോൾ ഈ പല തരത്തിലും ഈ ജിഹാദി എലമെൻറ്റ്സ് ഈ കുംഭമേളയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ പോപ്പുലാരിറ്റി ഇവരാദ്യം പ്രതീക്ഷിച്ചില്ല. അതായത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നാണ് ഇതിൻ്റെ പോപ്പുലാരിറ്റി എന്നാണ് വിചാരിച്ചത്.
പക്ഷേ കൈവിട്ടുപോയി. ഇതൊരു ഗ്ലോബൽ ഇവൻ്റായി മാറിയിരിക്കുകയാണ്. അതായത് യോഗി സർക്കാർ ആദ്യം പ്രതീക്ഷിച്ചത് 40-45 കോടിയാണ്. പക്ഷേ ഇപ്പം ഒരുപാട് ബുക്കിങ്സ്, അതായത് ഈ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക്, ഫ്ലൈറ്റ് ബുക്കിംഗ് ഇത് ആപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് സർജാണ്. അതായത് ആയിരത്തിലധികം മടങ്ങ് സർജാണ് ഈ ബുക്കിങ്ങിൽ ഓരോ ആപ്ലിക്കേഷനിൽ നിന്നും ലഭിക്കുന്നത്. അതായത് പെട്ടെന്നാണ് ആൾക്കാർ എൻക്വയറി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡിഗ്രിയാണ്. 10 ഡിഗ്രി താഴേക്കാണ് ഈ പ്രയാഗ്രാജിലെ ടെമ്പറേച്ചർ. അപ്പോൾ പല ആൾക്കാർക്കും വന്നു പോകാനും ഒരുപാട് 5 ലക്ഷം വരെയുള്ള ടെൻറ്റുകൾ അവിടെയുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പിലുള്ള ടെൻറ്റുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞില്ല, ഏകദേശം 10,000 കോടിയുടെ അടുത്ത് ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയാണ് യോഗി പൈസ ചിലവിട്ടുന്നത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയില്ല. ഇത് ഭാവിയിലും ഉപകാരപ്പെടും. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ മൊത്തം എക്കണോമി തന്നെ മറിയാൻ പോകുന്നതാണ്. അത് ഇന്ത്യൻ എക്കണോമിയെ തന്നെ ഭയങ്കര രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സഹിക്കില്ല. അവർ എങ്ങനെയെങ്കിലും ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം, അതായത് ഈ കുംഭമേള മാത്രമല്ല, അവർക്കറിയാം ജനാധിപത്യമായ രീതിയിൽ ഇവിടെ BJP സർക്കാരിനെ, മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ എങ്ങനെയെങ്കിലും ഇടിച്ച് ഇകഴ്ത്തി കാണിക്കുക എന്നൊരു ട്രെൻഡായിരുന്നു. എന്തിന് രാഹുൽ ഗാന്ധി, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോലും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യ ഇകഴ്ത്തി സംസാരിക്കുന്ന നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ശരിക്കും വേറെ ഏതൊരു രാജ്യങ്ങളാണ് ഇങ്ങനെ പിടിച്ച് ജയിലിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ പല നിയമങ്ങളും ജനാധിപത്യം അത് ഇത് തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്തോ ആവാമെന്നില്ല അവസ്ഥയാണ്. അപ്പോൾ ഇന്ത്യ എങ്ങനെയെങ്കിലും തകർക്കണം, ഇന്ത്യയുടെ എക്കണോമി ബൂസ്റ്റ് ആവുന്ന, ഇന്ത്യക്ക് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്ന, ഒരു പോപ്പുലാരിറ്റി ലഭിക്കുന്ന ഒന്നും ഇവർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് പലതരം പലതരം വഴികൾ ഇവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ സൈബർ ആക്രമണം. പല വൃത്തികെട്ട കമൻറ്റുകളാണ് ഓരോ സന്യാസിമാരെ കുറിച്ചും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കയിലും മദീനയൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസിൻ്റെയൊക്കെ താഴെ ഏതെങ്കിലും മറ്റു മതസ്ഥരൊന്ന് കമൻറ്റ് ഇടാറുണ്ടോ? ഒന്നും ഇടാറില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഫ്രീഡമാണ്. അതേമാതിരിയാണ് ഇവരുടെ ഫ്രീഡമാണ് ഇതൊക്കെ. ഇവർ ഓരോ വീഡിയോക്ക് അടിയിൽ വന്നിടുന്ന കമൻറ്റ്, ഇവർക്ക് വസ്ത്രമില്ല, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, വൃത്തിയിട്ട മനുഷ്യന്മാർ, അങ്ങനെയുള്ള രീതിയിലാണ് ഇങ്ങനെ വൃത്തിയായിട്ട് ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പികളൊക്കെ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലെ സുഡാപ്പികളും കേരളത്തിലെ സുഡാപ്പികളും കൈകോർത്തിട്ടാണ് ഈ പരിപാടി. പക്ഷേ യോഗി വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇവന്മാരെയൊക്കെ പൊക്കും, എല്ലാത്തരം പ്രൊഫൈലും ഉത്തർപ്രദേശ് പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ കുംഭമേള കഴിയേണ്ടി വരില്ല, അതിന് മുന്നേ തന്നെ ഇവന്മാരെല്ലാം പൊക്കും. വേണമെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് കേരളത്തിൽ വന്ന് പൊക്കിക്കൊണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അല്ലെങ്കിൽ കേരള പോലീസിന് നിർദ്ദേശം നൽകിയിട്ട് ഇവന്മാരെ അറസ്റ്റ് ചെയ്ത് ഉത്തർപ്രദേശ് പോലീസിന് കൈമാറാനുള്ള സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിലെ പല സ്റ്റേഷനും പ്രയാഗ്രാജിൽ അവിടെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ്, പ്രത്യേകിച്ച് കേരളത്തിലെ സുഡാപ്പികൾക്കെതിരെ, ഈ സൈബർ ക്രിമിനൽസിനെതിരെ അവിടുന്ന് ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് പോലീസ് ഇവിടെ വന്ന് ഇവന്മാരെ പൊക്കിയാലും അത്ഭുതപ്പെടാനില്ല. അത് കുംഭമേള കഴിയൊന്നും വേണ്ട, അതിനിടയിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവന്മാരെന്തായാലും പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. യോഗി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഇനി കുംഭമേള പുരോഗമിക്കുന്നതോറും, ഇനി ഏകദേശം ഫെബ്രുവരി 26 വരെയാണ് കുംഭമേള. ഇതിനിടയിൽ ഇവന്മാർ പലതും ഇതിനെ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും ഇൻ്റലിജൻസും എല്ലാം ഭയങ്കര അലേർട്ടാണ്, ഭയങ്കര വിജിലൻ്റാണ്. അപ്പോൾ ഇവന്മാർ എന്തെങ്കിലും ഇത് പൊക്കിക്കഴിഞ്ഞാൽ കേരള സുഡാപ്പികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. കളിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, യോഗിയോടാണ് നിങ്ങൾ കളിക്കുന്നത്. എന്തെന്നാലും പണി വരുന്ന കാര്യത്തിലുള്ള ഒരു സംശയം വേണ്ട. നിങ്ങളിനി ഗൾഫിലിരുന്ന് കഴിഞ്ഞാൽ, വിദേശത്തിരുന്ന് ഏത് രാജ്യത്തിരുന്ന് കഴിഞ്ഞാലും കുംഭമേളക്കെതിരെ സൈബർ ആക്രമണം നടത്തി കഴിഞ്ഞാൽ, മോശം കമൻറ്റ്, അങ്ങനത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് യോഗിയ പറയുന്നത്, ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ അഭിമാന പ്രശ്നമാണ്. കുംഭമേള, മഹാകുംഭമേള ആദ്യം പറഞ്ഞ മാതിരി 144 വർഷം കഴിഞ്ഞാലാണ് ഇനി അടുത്ത മഹാകുംഭമേള നടക്കുന്നത്. അപ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ തന്നെ ചെയ്യാൻ തന്നെയാണ് പരിപാടി, യോഗിയുടെ പദ്ധതി. ആരെങ്കിലും ഇതിനെ വാക്കാലും എന്തെങ്കിലും അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ വേണ്ട രീതിയിൽ തന്നെ യോഗി കൈകാര്യം ചെയ്യും. അതിന് ഒരാളുടെ ശുപാർശയും യോഗിക്ക് ആവശ്യമില്ല. ഇനി കേരളത്തിലെ മലപ്പുറത്തിരുന്ന, കോഴിക്കോട് ഇവിടെ ഇരുന്ന സുഡാപ്പികൾ അവിടെ ഇരുന്ന് സൈബർ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് UP പോലീസ് പൊക്കിക്കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി യോഗിയുടെ പോലീസിനുണ്ട്. അപ്പോൾ അധികം കളിക്കണ്ട. എന്തിനായാലും വരും ദിവസങ്ങളിൽ ഈ കുംഭമേളക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ കേരളത്തിലെയും UPയിലെയും സുഡാപ്പികളെ ഉടൻ തന്നെ പൊക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.